നമസ്കാരം, വിപിൻ സാറാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ ബോട്ടണിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. അതൊരു ക്ലാസ്സായിട്ട് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നും പറഞ്ഞ് ഈ നമ്മുടെ ആ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ക്ലാസ് അല്ല, നിങ്ങളെ പഠിപ്പിക്കുകയല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. 3 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ബോട്ടണിയിലെ നമ്മൾ ഡിലീറ്റഡ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ്, സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അത് നമ്മൾ സുവോളജിയിലും അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ, ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ. അത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ, പിന്നെ ബയോടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട 2 ചാപ്റ്ററാണോ. അതിൽ ആദ്യത്തെ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസും പ്രോസസ്സും ഒക്കെ നമ്മളൊന്ന് പഠിക്കുന്നു. അതിൻ്റെ ബയോടെക്നോളജി രണ്ടാമത്തെ പ്രോസസ്സിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ്. അതെങ്ങനെയാണ് ബയോടെക്നോളജി നമുക്ക് ഉപകാരപ്രദമാകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അങ്ങനെ 3 ചാപ്റ്ററാണ് നമുക്ക് ഈ എക്സാമിന് വേണ്ടി വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിങ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് അയവിറക്കാൻ വേണ്ടി അല്ലേ, പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും, എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ട് പോകുന്നത് എന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം, അത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മൈക്രോസ്പോറോജെനിസിസും മെഗാസ്പോറോജെനിസിസും തമ്മിലുള്ള വ്യത്യാസം. മൈക്രോസ്പോർ ഉണ്ടാകുന്നതാണ് മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോർ ഉണ്ടാകുന്നതാണ് മെഗാസ്പോറോജെനിസിസ്. അത്രേ ഉള്ളൂ സാധനം അല്ലേ, പറയുമ്പോൾ അത്രേ ഉള്ളൂ. ആ ഒരു പ്രോസസ്സ്, അതായത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന പ്രോസസ്സും അതുപോലെ തന്നെ ഓവം ഉണ്ടാകുന്ന പ്രോസസ്സുമാണത്. അത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ളതാണ് മൈക്രോസ്പോറോജെനിസിസും മെഗാസ്പോറോജെനിസിസും. തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്, പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ചോദ്യം ആണത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 പടങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് വരയ്ക്കേണ്ടി വരുന്നത്. അത് പടം തരും, ക്വസ്റ്റ്യൻ പടം തരും. അത് തന്നിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ടി വരും. അത് റീഡ്രോ ചെയ്തിട്ട് അവരൊന്ന് 2 ഹിൻഡ് തരും. ആ ഹിൻഡ് അനുസരിച്ചുള്ള ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തണം. അങ്ങനെ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, ഒന്ന് LS ഓഫ് ഒവ്യൂളിൻ്റെ LS, മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ സ്റ്റേമൻ്റെ ആന്തറിൻ്റെ TS ഓഫ് ആന്തർ, ട്രാൻസ്വേഴ്സ് സെക്ഷൻ, ആന്തറിൻ്റെ ഒരു ശലഭത്തിൻ്റെ കൂട്ടിൽ പടം ഓർമ്മ വേണ്ട, ആ ഒരു പടം. ഈ 2 പടമാണ് മിക്കവാറും പരീക്ഷയ്ക്ക് തരുന്നത്. അപ്പം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ അത് കോപ്പി ചെയ്യണം, നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കണം, പകർത്തി എഴുതണം. എന്നിട്ട് 1, 2, 3, 4 ഹിൻഡ് വരും. ആ ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുകയും വേണം. ഇപ്പം ഈ 2 പടം കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് പഠിച്ചോണം. ഒരു സംശയം വേണ്ട, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഒരുപക്ഷെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ ബോർഡ് എക്സാമിന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് പ്രാധാന്യത്തോടു കൂടി ഈ 2 പടങ്ങൾ വരച്ച് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളായി. മൂന്നാമത്തെയാണ് പോളിനേഷൻ. നമുക്കറിയാം, പോളിനേഷൻ പല ഏജൻസി വഴിയുള്ള പോളിനേഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചോണം. പോളിനേഷൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം അനിമോഫിലി, വിൻഡ് വഴി, അല്ലെ ഹൈഡ്രോഫിലി, അല്ലെ സോഫിലി, ഈ 3 ടൈപ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറയാം. 3 തരത്തിലാണ് പോളിനേഷൻ നടക്കുന്നത്. അനിമോഫിലി, ഹൈഡ്രോഫിലി, അതേപോലെ തന്നെ സോഫിലി. അറിയാം എന്താണ് അനിമോഫിലി എന്ന് പറഞ്ഞാൽ വിൻഡ് വഴി, കാറ്റ് മുഖാന്തരം. ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ. സോഫിലി എന്ന് പറഞ്ഞാൽ ആനിമൽസ് മുഖാന്തരം. അപ്പം ഇങ്ങനെ 3 വിധത്തിലാണ് പോളിനേഷൻ നടക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഫുള്ള് കിട്ടത്തില്ല. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് കൃത്യമായി എക്സാമ്പിൾ, ഏതൊക്കെ ചെടികൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് എക്സാമ്പിൾ കൂടി അവിടെ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടൈപ്സ് ഓഫ് പോളിനേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ 3 വിധത്തിലുള്ള പോളിനേഷൻ എഴുതണം വിത്ത് എക്സാമ്പിൾ. മറക്കരുത്. വളരെ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. ഒരു എക്സാമ്പിളെങ്കിലും നമ്മൾ എഴുതി വെച്ചാൽ കൃത്യമായിട്ട് മാർക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം അതിന് കൊടുക്കണം. മാർക്ക് എങ്ങും പോകത്തില്ല, നമ്മുടെ കീശയിൽ തന്നെ കിടക്കും. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പോലെ തോന്നില്ലേ, ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. പക്ഷേ ഔട്ട് ബ്രീഡിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അഡാപ്റ്റേഷൻസ് ഓഫ് സീനോഗമി എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രോസ് പോളിനേഷൻ ആണ്.
ചെടികളിൽ ക്രോസ് പോളിനേഷൻ നടക്കാൻ ഒത്തിരി അഡാപ്റ്റേഷൻ ഉണ്ട്. സാധാരണ ആൻജിയോസ്പേമുകളൊക്കെ ഒട്ടുമിക്ക ആൻജിയോസ്പേമുകൾ അവർ സെൽഫ് പോളിനേഷനെ അല്ല സിംഗമി സെൽഫ് പോളിനേഷനെ അവോയ്ഡ് ചെയ്യാനുള്ള പലതരത്തിലുള്ള അഡാപ്റ്റേഷൻസ് അവർ നേടിയെടുക്കാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? കാരണം ഈ സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം എന്ന് പറയുന്നത് വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്രോസ് പോളിനേഷനാണ് എപ്പോഴും ചെടികളായാലും എല്ലാം കൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെടികളിൽ ഉണ്ടാകുന്ന നാച്ചുറലായിട്ടുള്ള ചില അഡാപ്റ്റേഷൻസ്, അത് ഒരു 4-5 അഡാപ്റ്റേഷൻസ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ എടുക്കുകയാണെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ മണ്ടയ്ക്കാണ്, സ്റ്റേം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നതിൻ്റെ താഴെ. അപ്പോൾ ഒരിക്കലും ഇവിടുന്ന് മണ്ടക്കോട്ട് ചെന്നിട്ട് പോളിനേഷൻ നടക്കത്തില്ല അല്ലേ. അത് ആ സെൽഫ് പോളിനേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണ്, ഒരു അഡാപ്റ്റേഷൻ. ചില ചെടികളിലൊക്കെ മോണോസെക്ഷൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫ്ലവർ മാത്രമേ മൊണീഷ്യസ് ആയി ഒറ്റ തരത്തിലുള്ള ഫ്ലവർ മാത്രമേ കാണത്തുള്ളൂ അല്ലേ. ഇപ്പം തെങ്ങിൻ്റെ പൂക്കൾ എടുക്കാൻ കഴിഞ്ഞത് പെൺപൂക്കളും ഉണ്ട് ആൺപൂക്കളും ഉണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു പൂവിൽ തന്നെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പൂമ്പൊടി അവിടെ വീഴും. അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പല മാർഗങ്ങൾ, ഇതിനെ സെൽഫ് പോളിനേഷനെ. അപ്പം സെൽഫ് പോളിനേഷൻ ഒഴിവാക്കിക്കൊണ്ട് സീനോഗമി അഥവാ ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് കാണുന്ന ചില അഡാപ്റ്റേഷൻസ് മിക്കവാറും ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. ഓക്കെ, ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ വളരെ സിമ്പിളാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് എഴുതേണ്ടി വരും. അത് ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഞാൻ പറഞ്ഞ ആദ്യം നമ്മൾ 2 പടങ്ങൾ ചോദിക്കുന്നു പറഞ്ഞത് ഏതൊക്കെ? LS ഓഫ് ഓവിയൂളും അതുപോലെ TS ഓഫ് ആന്തരം. ആ പടത്തോടൊപ്പം തന്നെ ചോദിക്കുന്ന മറ്റൊരു പടം കൂടിയുണ്ട്, LS ഓഫ് മെയ്സ് സീഡിൻ്റെ അതിൻ്റെ LS വരച്ച് നമ്മുടെ പുസ്തകത്തിലുണ്ട്. LS വരച്ച് മുമ്പേ പറഞ്ഞ കൂട്ട് തന്നെ 1-2 ഹിൻഡ് തരും. ആ ഹിൻഡുകൾ അനുസരിച്ച് ആ ഭാഗങ്ങൾ നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്ത് വരച്ചിട്ടാണ് ആ തന്നിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്താം. അപ്പോൾ ഈ 3 പടം, ഈ ആദ്യത്തെ 2 പടത്തോടൊപ്പം തന്നെ ഒവ്യൂളിൻ്റെയും അതുപോലെ തന്നെ ആന്തറിൻ്റെയും സെക്ഷൻ്റെ കൂടാതെ തന്നെ മെയ്സ് സീഡിൻ്റെ പടം കൂടി പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഒരു സാധനം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഫുള്ള് നമ്മൾ മേടിക്കും, ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. പാർത്തനോജെനിസിസ് ആൻഡ് പാർത്തനോകാർപ്പി അറിയാമല്ലോ, വളരെ സിമ്പിളാണ്. പാർത്തനോജെനിസിസും പാർത്തനോകാർപ്പിയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ പറഞ്ഞില്ല മൈക്രോസ്പോറോജെനിസിസും മെഗാസ്പോറോജെനിസിസും, അതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാർത്തനോജെനിസിസും പാർത്തനോകാർപ്പിയും. ഇത്രയും കാര്യങ്ങൾ പഠിക്കാമെങ്കിൽ ഒരു സംശയവും വേണ്ട, നമുക്ക് ഫുൾ മാർക്ക് 1ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ മാർക്കും നമുക്ക് കിട്ടും. ഇത്ര ഉള്ള 1ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ?